Okay, for today's session, we're going to discuss the chapter Electricity and Magnetism. Okay, for this, we totally നമുക്ക് മൂന്ന് parts ആക്കിയിട്ടാണ് ഈ ചാപ്റ്റർ കിടക്കുന്നത്. അതായത് one is electrostatics, next is magnetostatics, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് EM waves, electromagnetic waves എന്ന് വേണമെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് ബോത്ത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആയിട്ട് റിലേറ്റ് ചെയ്ത് ലൈക്ക് ഓക്കെ. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് EM waves ആണ് എന്താ പറയുക സെഷൻസ് ആയിട്ട് ലൈക്ക് മെയിൻലി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഈ EM waves തന്നെ നമുക്ക് ഓക്കെ. സോ EM waves തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ AC കറണ്ട്, DC കറണ്ട്, ഇങ്ങനത്തെ കുറച്ച് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി അല്ലെ. വേവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എനർജി പ്രോസസ് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കേസസ് ആയിരിക്കും അല്ലെ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇലക്ട്രിസിറ്റിയിൽ കുറച്ച് പോർഷൻസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. ഓൾസോ മാഗ്നറ്റോസ്റ്റാറ്റിക്സും ദെൻ EM waves കുറച്ച് കാര്യങ്ങളും അതിന്റെ കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസ് അങ്ങനത്തെ കുറച്ച് തിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ AC DC. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പ്ലാൻ ആക്കുന്നത് പ്രോബ്ലംസ് നമുക്ക് പ്രീവിയസ് സെഷൻസ് വേറെ വരും. ബിഫോർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ ഒരു ക്വിക്ക് റിവിഷൻ പോലെ അല്ലെങ്കിൽ മൊത്തത്തിൽ ചാപ്റ്റർ എന്താ പറഞ്ഞു പോകണം എന്നുള്ളതൊന്നും ഒരു 1 hourൽ കൺക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. 1 hourനേക്കാളും നിൽക്കാൻ ചാൻസസ് ഉണ്ട്. സോ വി കൻ ട്രൈ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പോകേണ്ടത് ഏതാണ്, കുളംസ് ലോ ആണ് അല്ലെ. സോ ഫോർ ദിസ് ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചില്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിൽ സോറി ഹലോ എനി ഡൗട്ട്സ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതായിരുന്നു, കുളംസ് ലോ ആണ് അല്ലെ. സോ കുളംസ് ലോയിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുളംസ് ലോ ജസ്റ്റ് കുളംസ് ലോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അത് രണ്ടുമാണ് വരിക. സോ കുളംസ് ലോ എന്ന് പറയുമ്പോൾ വി ഹാവ് കുളംസ് ലോ അല്ലെ. കുളംസ് ലോ വരുന്ന സമയത്ത് വി കൻ സേ ദാറ്റ് എഫ് ഈക്വൽ ടു, പ്രൈമറി ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സാധനം, എഫ് ഈക്വൽ ടു 1/4πε0 Q by or Q1 Q2 by R square R cap. ഓക്കെ, ഇഫ് നമ്മൾ ഈ ആർ ക്യാപ്പിന് ഹലോ ഹലോ ഓക്കെ. സോ ആർ ക്യാപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, യൂണിറ്റ് വെക്ടർ ആണ്. വെക്ടർ നൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആർ ക്യാപ്പിനെ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാൻ പറ്റും, ആർ വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ, റൈറ്റ്. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇക്വേഷൻ വരുന്നത്, 1/4πε0 Q1 Q2 or QQ by R cube into R vector. ഓക്കെ, ഇങ്ങനെ രണ്ട് ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂലംസ് ലോനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന. ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്, വിച്ച് മീൻസ് എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറ്, ആർ ക്യൂബ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സസ് നമ്മൾ കമ്പയർ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, ഈ ഫോർമുലയാണ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. കമ്പാരിസൺ ഓഫ് ഫോഴ്സസ് തമ്മിലുള്ള കമ്പാരിസൺസ് ഒക്കെ വരുന്ന സമയത്ത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് 1/4πε0. ഇതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. ദിസ് കോൺസ്റ്റന്റ് ഈസ് വാട്ട്, ഇതെന്താണ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഏത് മീഡിയത്തിലാണോ ഈ ചാർജസ് പ്ലേസ് ചെയ്തിട്ടുള്ളതിന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് സറൗണ്ടിങ് മീഡിയ, അതിനെയാണ് ഈ ഒരു കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് എപ്സിലോൺ ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, നമുക്ക് അറിയുന്നതാണോ. ഓക്കെ, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇത് ഇഫ് എപ്സിലോൺ നോട്ട് അല്ലെങ്കിൽ, സോറി നോട്ട് അല്ല, എപ്സിലോൺ നോട്ട് ആയിരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് വരും, എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ. ഓക്കെ, സോ ഇങ്ങനെ എടുക്കാം. ഓൾസോ വൺ മോർ തിങ്, വി കൻ എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എന്താ പറയുക, 8.85 into 10⁻⁻12 കൂലം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, ഇതാണ് വരിക.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് കുളംസ് ലോയിൽ നിന്ന് ഓർത്തിരിക്കേണ്ട കാര്യം. ഓൾസോ നമുക്ക് പല കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. പൊട്ടൻഷ്യൽ 0 ആവുന്ന കേസ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, df/dq ചെയ്യാം, അല്ലെങ്കിൽ df/dx എന്തായിരിക്കും, 0 എന്നുള്ള കേസൊക്കെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓൾസോ നെക്സ്റ്റ് തിങ് നമുക്ക് ഓർക്കാനുള്ളത് എന്താണ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, എന്തായിരുന്നു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഇപ്പൊ നമ്മൾ വേവിന്റെ കാര്യത്തിലൊക്കെ പറയുന്ന എന്താ പറയാറ്, ഒരു മീഡിയത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സിന് എന്തുണ്ടാവില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സ് ആ മീഡിയത്തിൽ 2 വേവ്സ്, മോർ ദാൻ 1 വേവ്സ് പോവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, സൂപ്പർ ഇമ്പോസ് ചെയ്തൊരു എഫക്റ്റീവ് റിപ്പിൾസ് ഫോം ചെയ്യും എന്ന് പറയാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു 2-3 കുറെ നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ട്, F1, F2, F3 കോസ്ഡ് ബൈ മെനി ചാർജസ് ലൈക്ക് Q1, Q2 ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും നെറ്റ് എഫക്ട് എന്തായിരിക്കും, ഓരോന്നും കോസ് ചെയ്യുന്നത് F1 പ്ലസ് F2 പ്ലസ് F3 അങ്ങനെ പോകും. ഓക്കെ, എത്ര ചാർജസ് ഉണ്ടോ അത്രയും ഇതിന്റെ സം ആയിരിക്കും ആ നെറ്റ് ഫോഴ്സ് അറൌണ്ട് ഒരു സിംഗിൾ പോയിന്റിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് എക്സെട്ര ആയിരിക്കും. ഓക്കെ, ഓൾസോ നമുക്ക് വേറൊരു കാര്യം അറിയാം, F ഈക്വൽ ടു QE ആണ് അല്ലെ, ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ എഫക്റ്റിന് നമ്മൾ എന്തൊരു ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈനെ വേണമെങ്കിൽ എങ്ങനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആഡ് ചെയ്തിട്ട് ഈനെ നമുക്ക് ഇങ്ങനെ F/Q എന്ന് പറയാം, വിച്ച് മീൻസ് 1/Q. സെയിം ചാർജ് ആണെങ്കിൽ നമുക്ക് എന്താ F1 പ്ലസ് F2 പ്ലസ് F3 അങ്ങനെയും പോവാം. ഓക്കെ, ഓർ നമുക്ക് എഫിന്റെ കേസിൽ എങ്ങനെ പറയാൻ പറ്റും, Q കോമൺ എടുത്തിട്ട് E1 പ്ലസ് E2 പ്ലസ് അങ്ങനെ സൂപ്പർ പൊസിഷൻ തിരിച്ചു മറിച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. സോ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഒരു കാര്യം എഴുതാം, E അറ്റ് എ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഓർ ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇസ് 1/4 pi epsilon naught summation I equal to 1 to n. അതായത് എത്ര n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഓക്കെ, QI by RI ഹോൾ സ്ക്വയർ R ക്യാപ് എന്നായിരിക്കും ഇതിന്റെ എക്സ്പ്രഷൻ വരിക. ഓക്കെ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലും വെക്ടർ സം ആണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ഡയറക്ഷൻ ഓൾസോ എഫക്റ്റഡ് ആവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ് ചാർജ് അല്ലെ, നമ്മളിവിടെ യൂസ് ചെയ്തത് എന്താണ്, സമ്മേഷൻ ആയിരുന്നു. സമ്മേഷൻ യൂസ് ചെയ്യുക എപ്പോഴാണ്, ഡിസ്ക്രീറ്റ് ചാർജസ് ആവുമ്പോൾ. ഓക്കെ, സമ്മേഷൻ യൂസ്ഡ് ഫോർ ഡിസ്ക്രീറ്റ് ചാർജസ്. ഓക്കെ, ഡിസ്ക്രീറ്റ് ചാർജസിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്, സമ്മേഷൻ യൂസ് ചെയ്യുക. വാട്ട് ഇഫ് ഇറ്റ്സ് അത് കൺവേർട്ട് ചെയ്തു ഏതിലോട്ട്, ഡിസ്ക്രീറ്റ് ചാർജസ് മാറിയിട്ട് കണ്ടിന്യൂസ് ചാർജസ് ആയാൽ, കണ്ടിന്യൂസ് ചാർജസ് ആണെങ്കിൽ എന്തിലോട്ട് വരും, ഇന്റഗ്രേഷൻ. ഓക്കെ, സമ്മേഷൻ ചേഞ്ചസ് ടു ഇന്റഗ്രേഷൻ. സോ നമുക്ക് എങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും, ഇക്വേഷൻ ക്യാൻ ബി മോഡിഫൈഡ് ആസ് E ഈക്വൽ ടു 1/4 pi epsilon naught ഇന്റഗ്രൽ, ലൈൻ ഇന്റഗ്രൽ ആയിരിക്കും കേട്ടോ, ലൈൻ ഇന്റഗ്രൽ 1/r സ്ക്വയർ dqr ക്യാപ്. ഓക്കെ ആണോ, ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, ഇത് നമുക്കൊന്ന് ഇപ്പൊ കണ്ടിന്യൂസ് ചാർജ് എലമെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷന്റെ ഫോം ആണ് യൂസ് ചെയ്യുക. E ആണെങ്കിലും F ആണെങ്കിലും കേട്ടോ സെയിം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സെയിം ആണ്, അപ്രോച്ച് ആണ് സെയിം ആയിട്ട്. നെക്സ്റ്റ് നമുക്ക് 2-3 ചാർജ് ഡെൻസിറ്റീസ് ഉണ്ട്. ചാർജ് ഡെൻസിറ്റീസ് എത്ര ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ടൈപ്സ് ആണ്. ഓക്കെ, 3 ടൈപ്സ് ഉണ്ട്, വിച്ച് ആർ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് DQ ബൈ നമ്മൾ എന്താണ് ഡെൻസിറ്റി എന്നുള്ള ടേമോട് നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഡെൻസിറ്റി ഈസ് ഓൾവേസ് മാസ് ബൈ വോളിയം. അത് നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്താണ്, വോളിയോമെട്രിക് ഡെൻസിറ്റി ആണ് കറസ്പോണ്ടിങ് ടു ദ മാസ്. അതാണ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ, അല്ലെങ്കിൽ ആ ഒരു ബോഡിന്റെ ഒരു പെക്യുലർ പ്രോപ്പർട്ടി ആയിരുന്നു മാസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ചാർജസ് ആണ് അല്ലെ, മാസസ് അല്ല ചാർജസ് ആണ്. സോ ചാർജ് ആണ് അവിടെ മാസിനെ ഡിസ്പ്ലേസ് ചെയ്യുക. സോ M/V എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യും, Q ബൈ
ലീനിയർ ചാർജസ് ആണെങ്കിൽ അതിന് വേറെ ഡയമെൻഷൻ ഒന്നുമില്ല, ലൈൻ ഒരൊറ്റ 1D ഡയമെൻഷനൽ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൈൻ ഉണ്ട് കേട്ടോ, 1 ഡയമെൻഷനൽ ഒരു സോഴ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ചാർജ് ബൈ ലെങ്ത്. ഓക്കെ, സോ നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡെൻസിറ്റീസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അല്ലെ, ഇതാണെങ്കിൽ ഇതിന്റെ ഒരു ചെറിയൊരു എമൗണ്ട് DQ ഇൻ DL എമൗണ്ടിലുള്ള ചാർജ് നമ്മൾ DQ എന്ന് പറയും. DQ ബൈ DL ഈക്വൽ ടു എന്താ വരുന്നത്, ലാംഡ എന്ന് വരും. ഈ ലാംഡനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാംഡ ഈസ് represented as ലൈൻ ചാർജ്. ഇതിനെന്താ പറയാ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലെ. ആക്ച്വലി ഇതിനാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് ലാംഡ എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും, DQ ഈക്വൽ ടു ലാംഡ DL എന്ന് പറയാം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം, ക്യൂന്റെ വാല്യൂ കിട്ടും അല്ലെ. എന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈ DQന്റെ ഇവിടെ ഈ സർഫസ് ചാർജ് അല്ല ലൈൻ ചാർജ് ഡെൻസിറ്റിന്റെ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് വേറൊരു കാര്യം കൂടി പറയാൻ പറ്റും, DQ ബൈ DA വിച്ച് ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ സിഗ്മയാണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണത്. സോ DQ വിൽ ബി ഈക്വൽ ടു സിഗ്മ DA എന്ന് വരും. ഓൾസോ DQ ബൈ D2, ടോ മീൻസ് വോളിയം. ഓക്കെ, സർഫസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റി വിച്ച് ഈസ് നത്തിങ് ബട്ട് വി ക്യാൻ സേ ടോ, സോറി താഴെ ടോ അല്ല V ആയിരിക്കും. ടോ ഇറ്റ്സ് ഫൈൻ. ടോ നമ്മൾ റോ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതിനാണ് നമ്മൾ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് കിട്ടി, റോ D ടോ എന്ന് കിട്ടി. സോ ഇതെല്ലാം കൂടി നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 3 ഇക്വേഷൻസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് ഓർത്ത് വെക്കണം. മേ ബി ക്വസ്റ്റ്യൻസ് വരാം. E of R ഈക്വൽ ടു 1/4 pi epsilon naught integral lambda divided by R square DL R cap E equal to R cap is equal to 1/4 pi epsilon naught sigma, sorry, integral sigma by R square R cap dA. Also R cap equal to 1/4 pi epsilon naught sigma, sorry, tau by rho by R square R cap d tau. ഇത്രയും D2. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻ ടേംസ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഓർത്തിരിക്കേണ്ടത്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കാം. സോ നമ്മൾ പഠിച്ചൊരു കുളംസ് ലോന്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, ചാർജ് ഡെൻസിറ്റീസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെൻസിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യം ആണ് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റും ലൈനും എവിടേക്കാണ് ഡിഫറെന്റ് ആയി യൂസ് ചെയ്യുക. ഇപ്പൊ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൂട്ടി കുറെ ചാർജസ്, ഡിസ്ക്രീറ്റ് ചാർജസ് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള നമ്മൾ ഇക്വേഷൻ, സമ്മേഷന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഒരു ലൈൻ ചാർജ് ഒക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുകൾ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം എന്നുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഇനി കുറച്ച് റെഡിമെയ്ഡ് ഒരു ലൈക്ക് ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ കോളേജസിൽ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്കൊരു റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ 2 ചാർജസ് അല്ലെങ്കിൽ ഒരു ചാർജ്, ഒരു ലൈനിയർ ചാർജ് ഉണ്ട്, അതിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലി ഒരു Z ഡിസ്റ്റൻസിൽ അല്ലെ, വെർട്ടിക്കൽ Z ഡിസ്റ്റൻസിൽ അതുണ്ടാക്കുന്ന P എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഫീൽഡ് കാണണം, EP. ഓക്കെ, സോ EP എന്തായിരിക്കും, EPന്റെ വാല്യൂ വിൽ ബി E equal to, so E at P ഉദ്ദേശിച്ചത് പ്ലസ് Q മൈനസ് Q ആണ് ഇതുള്ളത്. ഇത്തിരി തന്നിട്ടുള്ളൂ. Z ആണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. സോ ഇങ്ങനെയാണെങ്കിൽ EP ഈക്വൽ ടു 1/4 pi epsilon naught QD ഡിവൈഡഡ് ബൈ Z സ്ക്വയർ. D എന്തായിരുന്നു, ഈ Q പ്ലസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് D എന്ന വാല്യൂ. ഓക്കെ, Z സ്ക്വയർ പ്ലസ് D സ്ക്വയർ ബൈ 4
3/2 എക്സ് ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, ഇഫ് അതിന് ഒരു കേസ് പഠിക്കാനുള്ള സെഡ് വളരെ വലുതാണ്, അതായത് ഈ രണ്ട് ഡൈപോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെക്കാളും കൂടുതലാണ് സെഡ്, വിച്ച് മീൻസ് ഇഫ് സെഡ് മച്ച് ഗ്രേറ്റർ ദാൻ ഡി ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈക്വൽ ടു 1/4πε0 QD/z³ എക്സ് ക്യാപ്പ് എന്ന് വരും. ദിസ് ഈസ് ദ ഫീൽഡ് ഓഫ് എ ഡൈപോൾ. ഓക്കെ, നിങ്ങളോട് ചിലപ്പോൾ ഡയറക്ട്ലി ഇങ്ങനെ ചോദിക്കില്ല. ഇതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഫീൽഡ് ഓഫ് എ ഡൈപോൾ എന്ന് പറയുന്നത്. ഫീൽഡ് ഓഫ് എ ഡൈപോൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ അതാണ്, ഫീൽഡ് ഓഫ് എ ഡൈപോൾ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഡൈപോൾസിനും Z മച്ച് ഗ്രേറ്റർ ദാൻ D. അവർ തമ്മിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് കമ്പയറിംഗ് ടു ദ സെറൗണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് സെറ്റിൽ വെക്കുന്നേക്കാളും നമുക്ക് നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഫീൽഡ് ഓഫ് എ ഡൈപോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഈക്വൽ 1/4πQD/z³ എക്സ് ക്യാപ്പ് എന്നാണ്. എക്സ് ക്യാപ്പിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കണം അല്ലെ? എക്സ് ക്യാപ്പ് ഏതായിരിക്കും? ഇൻ ദിസ് ഡയറക്ഷൻ. എക്സ് ക്യാപ്പിന്റെ ഡയറക്ഷൻ ഈ അത് നമുക്കറിയാലോ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്നുള്ളത്, അങ്ങനെയും പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും ഒന്ന് ഫസ്റ്റ് എക്സാമ്പിൾ ഇതൊന്ന് ഓർത്ത് വെക്കണം. റെഡിമെയ്ഡ് ആയിട്ട് ഓർത്ത് വെക്കുന്നത് ഇസ് ഗുഡ്. ഇതിന്റെ പ്രൊസീജിയർ ഒന്ന്. ഹലോ, എനി ഡൗട്ട്സ്? ഓക്കെ, സോ ഇതാണ് ഫീൽഡ് ഓഫ് എ ഡൈപോൾ എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ. സോ നെക്സ്റ്റ് തിങ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് വെച്ചാല്, ഇത് നമ്മൾ പറഞ്ഞ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള രണ്ട് ഡൈപോൾസിന്റെ കേസാണ്. നമ്മൾ പറയുന്നത് എന്താണ്? ലൈൻ സെഗ്മെന്റ് ആണ്. ഓക്കെ, ലൈൻ സെഗ്മെന്റ് ഓഫ് 12 ഡിസ്റ്റൻസ് ഉള്ള ലൈൻ സെഗ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നെക്സ്റ്റ് തിങ് 12 എങ്ങനെയാ പറയാം, ലെങ്ത് ലൈൻ സെഗ്മെന്റ്. ഓക്കെ, ലൈൻ സെഗ്മെന്റ് ഓഫ് line segment of length. Next is line segment of length 12. Okay, line segment of length 12 ആണെങ്കിൽ അങ്ങനെയാണ്. ആൻഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി ലാംഡയും ഉണ്ടാവും അല്ലെ? സോ അങ്ങനെ ആവുന്ന കേസിൽ നമുക്ക് ഇന്റെ വാല്യൂ ഇ അറ്റ് പി, സെയിം ഡയഗ്രാം നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡയഗ്രാം ആയിരിക്കും. രണ്ട് ചാർജസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് മാത്രം. ലെങ്ത് 12 ആണ്. പി എന്നൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. പി സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ സെഗ്മെന്റ് ഇസ് Z. ഓക്കെ, സോ ഇതായിരിക്കും Z ആക്സിസ്, ഇതായിരിക്കും X ആക്സിസ്. ഇറ്റ്സ് നോൺ ഐ ഗസ്. സോ ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് ഇതർ L എന്ന് എടുക്കാം, അല്ലെങ്കിൽ എന്താക്കി യൂസ് ചെയ്യാം, X എന്നും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? E will be equal to, ഇതിന്റെ കേസിലെ E ഇലക്ട്രിക് ഫീൽഡ് at P equal to what? 1/4πε0 2 lambda L divided by Z into root of Z square plus L square. Z cap ആണ് വരിക. Z ന്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ് കേട്ടോ. സോ ഇതാണ് അറ്റ് P വരിക. ഇഫ് നമുക്ക് രണ്ടാമത്തെ ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് Z മച്ച് ഗ്രേറ്റർ ദാൻ L, നമ്മൾ ആ സെപ്പറേറ്റഡ് ലൈൻ സെഗ്മെന്റിനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ പോയിന്റ് എങ്കിൽ, മച്ച് ഗ്രേറ്റർ ദാൻ L ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മോഡിഫൈസ് ടു വാട്ട്? L at P will be approximately equal to 1/4πε0 2 lambda L by Z square. ഒന്നുമില്ല, ഈ L നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, താഴെയുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസിൽ. ഇനി വാട്ട് ഇഫ് ലെങ്ത് ഇസ് ഇൻഫിനിറ്റി, ഭയങ്കര വലുതായി, നമുക്ക് ഭയങ്കര കമ്പാരിറ്റീവ് വെരി ഡിസ്റ്റന്റ് ഇതാണെങ്കിൽ E will be equal to what? E at infinity or P will be, E at infinity will be 1/4πε0 2 lambda by Z ആയിരിക്കും. ഓക്കെ, സോ ഈ 3 കേസസ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഓൾസോ നെക്സ്റ്റ് തിങ് നമുക്ക് പറയാനുള്ളത് സർക്കുലർ ലൂപ്പിന്റെ കേസ് ആയിരിക്കും. സോ സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ സർക്കുലർ ലൂപ്പ് എന്താ പറയുന്നത്?
സർക്കുലർ ലൂപ്പിന്റെ കേസിൽ വരുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു സർക്കുലർ ലൂപ്പ് ആകുമ്പോൾ ഒരു ഡിസ്റ്റൻസ് R ഉണ്ടാവും, ഇത് P എന്ന പോയിന്റ് Z ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റൻ എങ്കിൽ ഈ വിൽ ബി വാട്ട് E at P equal to 1/4 pi epsilon naught lambda 2 pi R Z into Z cap divided by R square plus Z square by 3/2. Okay. ആണല്ലോ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ബേസിക് ആയിട്ട് ഈ ഒരു പോർഷന് അപ്ലിക്കേഷൻ ലെവലിൽ വരുന്നത് കുലംസ് ലോനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് റെഡിമെയ്ഡ് ഒന്ന് ഓർത്തിരിക്കാനുള്ളത്. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പൽ, ഫീൽഡ് ഇന്റൻസിറ്റി, ഓരോ ഡൈപോളിന്റെ ഫീൽഡ്, അതുപോലെ ലൈൻ സെഗ്മെന്റിന്റെ ഫീൽഡ്, ഓൾസോ സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കുന്ന ഫീൽഡ്. ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കാനുള്ളത്. നെക്സ്റ്റ് സെഷൻ നമ്മൾ പാർട്ട് പോവാണ് ഗോസസ് ലോ. Gauss's law. Okay. Next thing is Gauss's law. Any doubts? Coulomb's law എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ്? നമ്മളിത് ഡീറ്റെയിൽ ആയി പറയാത്തത് നമ്മുടെ ഡിസ്കഷൻ സെഷൻ ആയതുകൊണ്ടാട്ടോ. ലൈക്ക് ഓക്കെ ഫൈൻ. നെക്സ്റ്റ് തിങ് ഫീൽഡ് ലൈൻസ് ആൻഡ് ഇലക്ട്രിക് ഫ്ലെക്സസ് ആണ് പറയുന്നത്. പക്ഷെ എന്താ ഫീൽഡ് ലൈൻസ് ഒക്കെ ബേസിക് ആണ്. രണ്ട് പോയിന്റ് നമ്മളൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് അല്ലേ. ഗോസസ് ലോ നമുക്ക് എന്താ ഫ്ലെക്സിനെ പറ്റിയിട്ടാണ് കൂടുതൽ ഇതാണ്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ഗോസസ് ലോ പറഞ്ഞിട്ടുള്ളത്? എന്തായിരുന്നു? ഫ്ലെക്സ് ത്രൂ എ സർഫസ്. Okay, the figure was like ഇങ്ങനെ ഒരു ഫിഗർ. ഓക്കെ, ഇതിലൂടെ ഇത് പോകുന്നുണ്ട്. ആൻഡ് ദിസ് ഷീറ്റിന്റെ ഏരിയ ഏരിയ ഇങ്ങനെയാണെങ്കിൽ വിത്ത് ആൻ ആംഗിൾ തീറ്റ അല്ലെ. തീറ്റ ഏതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയൽ വെക്ടറും കമ്പോണന്റും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറയാം. ഓക്കെ, ഇത്രയും ഈ ഒരു ഫിഗർ ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് ഇമാജിൻ ലൈക്ക് മൈൻഡിലൊരു ഫിഗർ കൊണ്ടുവരാം. ദെൻ വി ക്യാൻ ഹാവ് ദവർ റെഡിമെയ്ഡ് ഇക്വേഷൻ. റെഡിമെയ്ഡ് അല്ല, ഗോസസ് ലോ വെച്ചിട്ട് എന്താ പറയാ? ഗോസസ് ലോന്റെ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? Phi equal to electric flux passing through a phi equal to എന്ത് പറയാൻ പറ്റും? 1 / epsilon naught Q times of 1 / epsilon naught of the Q enclosed ആണെന്ന് പറഞ്ഞു. Also we know that phi equal to integral closed integral E dot dA, right? So നമുക്ക് 1 and 2 integrate നമുക്ക് എന്താ ഫൈനൽ ആയിട്ട് ഒരു ഇക്വേഷൻ പറയാം. E dot dA equal to Q enclosed by epsilon naught. ഓക്കെ ആണല്ലോ, ഇതാണ് അതിന്റെ ഒരു ഫോം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ട് ഫോം ഉണ്ട്. ഗോസസ് ലോ ഇന്റഗ്രൽ ഫോമും ഉണ്ട്, ഓർ ഡിഫറൻഷ്യൽ ഫോമും ഉണ്ട്. അത് ഇന്റഗ്രൽ ഫോം എന്തായിരുന്നു? ഇന്റഗ്രൽ ഫോം ആണെങ്കിൽ you can mention like ഇത് തന്നെയാണ് ഇന്റഗ്രൽ ഫോം. Q enclosed. Okay, also differential form. Gauss's law differential form ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇതിന് അപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, rho by epsilon naught. ഇത് del dot E. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വയ്ക്കാം ബേസിക് ആയിട്ട്. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് ലൈൻ ഇതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ വരാനുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയായിരുന്നു? സ്ഫെറിക്കൽ സിമെട്രി, സിലിണ്ടറിക്കൽ പ്ലെയിൻ സിമെട്രി, അങ്ങനത്തെ കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിൽ ബോക്സ് കൺസിഡർ ചെയ്യുന്നു, ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നു. സോ ഗോസിയൻ സർഫസ് എന്തായിരിക്കണം? സിമെട്രിക് ആയിരിക്കണം, എൻക്ലോസ്, ചാർജിനെ മൊത്തത്തിൽ എൻക്ലോസ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴും. അപ്പൊ അതൊരു പോയിന്റ് ചാർജ് ആണെങ്കിൽ സ്ഫിയർ ആയിരിക്കും അല്ലെ, 3 ഡയമെൻഷണൽ ആയിട്ട് അതിനെ കവർ ചെയ്യുന്ന ഒരു സർഫസ് ആണ് കൺസിഡർ ചെയ്യുക, എൻക്ലോസ് ചെയ്തില്ല. ചാർജ് മൊത്തത്തിൽ അതിന്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആണ്. ഓക്കെ, ദെൻ ലീനിയർ ആണെങ്കിൽ നമ്മൾ എന്താണ്? സിലിണ്ട്രിക്കൽ സർഫസ് ആണ് കൺസിഡർ ചെയ്യുക. സ്ഫെറിക്കൽ, ലീനിയർ, അങ്ങനെ പ്ലാനർ ഒരു ഷീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പിൽ ബോക്സ് പോലെ കൺസിഡർ ചെയ്തിട്ടാണ് സോൾവ് ചെയ്യാറ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഉള്ളത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ഫിയർ. ഓക്കെ, യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്ഫിയർ, അതൊരു മസ്റ്റ് ഹാവ് ക്വസ്റ്റ്യൻ. യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്ഫിയർ, യൂണിഫോംലി ചാർജ് സോളിഡ് സ്ഫിയർ. അതിന്റെ കേസിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു ഫിഗർ ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, നമ്മുടെ സ്ഫിയർ, ചാർജ്ഡ് സ്ഫിയർ ആണ്. ഓക്കെ, ഇതിന്റെ ഉള്ളില് നമുക്ക് എവിടെയാണ്? ആർ എന്നൊരു ഡിസ്റ്റൻസിലാണ് നമുക്ക് എന്ത് കാണേണ്ടത്? ചാർജിന്റെ ഇതിനെന്താ നമ്മൾ പറയാ? ആർ, ക്യാപിറ്റൽ ആർ എന്ന് പറയും. ഓക്കെ, ആൻഡ് ഹിയർ നമ്മൾ ഗോസിയൻ സർഫസ് ഒക്കെ നമുക്ക് ബ്ലൂവില് മാർക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് എ ഗോസിയൻ സർഫസ്, GS ഗോസിയൻ സർഫസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു? ഇൻസൈഡ് ആർ ഡിസ്റ്റൻസ് ഇൻസൈഡ് ദ ഗോസിയൻ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇൻസൈഡ് എന്തായിരുന്നു? ഈ ഇൻസൈഡ് ഈക്വൽ ടു 1/4 epsilon naught Q R/R cube R cap ആണ്, which we can summarize as E inside is directly proportional to R. Since R എന്ന് പറഞ്ഞ radius of the sphere ആണ്, അത് കോൺസ്റ്റന്റ് ആണ്, സോ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. Q is a constant. ഓക്കെ, ഇതായിരുന്നു അതിന്റെ ഒരു എക്സ്പ്രഷൻ. ഓക്കെ, ഓൾസോ ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണെങ്കിൽ ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഫിയർ. ഓൾസോ we will be having ഇത് blue is our Gaussian surface. Okay, so നമ്മൾ just break ചെയ്തിട്ട് ആരെങ്കിലും ഗേറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സോ ഗേറ്റ് എക്സാം അറ്റൻഡ് ചെയ്തവരാരുമില്ലല്ലോ? സോ ഇതായിരുന്നു ആർ അല്ലേ. നമ്മളിവിടെ ഗോസിയൻ സർഫസ് എടുത്തു, അതിനെ നമ്മൾ എന്ത് ചെയ്തു? ആർ. ഓക്കെ, സോ ഈ ഔട്ട്സൈഡ് ദ സർഫസ് വിൽ ബി ഈക്വൽ ടു ഇതിൽ തന്നെ കൊടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആറും ഈക്വൽ ആണ് അല്ലെ, റേഡിയസ് ഇൻസൈഡ് ആ വരുന്നത്, വിച്ച് മീൻസ് 1/4 epsilon naught Q/R² എന്ന് വരും, ആർ ക്യാപ്. നമുക്കപ്പോ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഈ ഔട്ട്സൈഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കാം. then what about the at surface? സർഫസിൽ അതിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും, it will be a constant R² കേട്ടോ, will not depend on R. ഈ surface constant will be equal to E surface equal to 1/4 epsilon naught Q/R². ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ ആയിരുന്നത്. യൂണിഫോംലി ചാർജ്ഡ് സിലിണ്ടറിന്റെ കേസ്. നെക്സ്റ്റ് സിലിണ്ടർ. ഓക്കെ, സിലിണ്ടറിന്റെ കേസിൽ എന്തായിരുന്നു? നമുക്ക് പറയാൻ പറ്റും 2πr അല്ലേ? സോറി, ആക്ച്വലി സിലിണ്ടറിന്റെ കേസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു. എനിവേ,
ഇൻസൈഡ് ദ സിലിണ്ടർ അല്ലെ, നമ്മൾ റഫ് സിലിണ്ടർ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇൻസൈഡ് ദ സിലിണ്ടർ we could say like what ഈ ഓക്കെ, നമ്മൾ ഇൻസൈഡ് ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും, ലെങ്ത് L ആയിരിക്കും. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് ഈ എന്ത് പറയാൻ പറ്റും? ഈ ഇൻസൈഡ് ദ സിലിണ്ടർ ഈസ് നത്തിങ് ബട്ട് E equal to 1/3 epsilon naught. K എന്താന്ന് അറിഞ്ഞൂടെ? K is K R square R cap. Okay, I remember like this. So E is directly proportional to R square ആണ് സിലിണ്ടറിന്റെ കേസിൽ, contradicting to the sphere. Okay, E directly proportional to R square ആയിരിക്കും. Okay, next is K is ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു ലോങ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ലോങ് സ്ട്രെയിറ്റ് വയർ. ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ കേസിൽ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലാംഡയും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്താ ഇതിന്റെ വരാറുള്ളത്? ഇറ്റ് വിൽ ബി E ഈക്വൽ ടു, അത് R എന്ന ഡിസ്റ്റൻസിൽ അല്ലെ, ഇതൊരു ലൈൻ എലമെന്റ് ആണ്. സോ നമ്മൾ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തു, സിലിണ്ട്രിക്കൽ ആണ്. ഓക്കെ, ഗോസിയൻ സർഫസ് സിലിണ്ട്രിക്കൽ കൺസിഡർ ചെയ്യും. ഓൾസോ എന്ത് ഇരിക്കും? E ഈക്വൽ ടു what? lambda by 2 pi epsilon naught R R cap, which means E will be inversely proportional to R. Okay, യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയറിന്റെ കേസിൽ നമ്മൾ ആദ്യത്തെ ഇൻസൈഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്, ഔട്ട്സൈഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ ആണ്. ഓൾസോ അറ്റ് ദ സർഫസിലാണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. ഓൾസോ സിലിണ്ടറിന്റെ കേസിലാണെങ്കിൽ ഇൻസൈഡ് R സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. ലോങ് വയർ ആണെങ്കിൽ E എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/R, ഡയറക്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ് E വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഒരു ലാമിനാർ ഷീറ്റിന്റെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ഷീറ്റ് അല്ലെ, ഷീറ്റ് ഓർ ലാമിന, ചാർജ്ഡ് ലാമിന അങ്ങനെയൊക്കെ പറയാറുണ്ട്. ലാമിനാർ ഷീറ്റ് ഷീറ്റ് അങ്ങനെ എന്തായാലും മറ്റു. ഓക്കെ, അങ്ങനത്തെ കേസിൽ നമുക്ക് നമ്മുടെ ഗോസിയൻ സർഫസിന്റെ ഷേപ്പ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. സോ ഗോസിയൻ സർഫസിന്റെ ഷേപ്പ് എന്തായിരിക്കും ചോദിച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇതെങ്ങനെ പറയാൻ പറ്റും? ഒരു പിൽ ബോക്സ് ആയിട്ട് ഇവിടെ ഒരു പിൽ ബോക്സ് കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനെയാണ് ലാമിനാർ ഷീറ്റിന്റെ ഗോസിയൻ സർഫസിന്റെ ഷേപ്പാണ് ചോദിക്കാറുണ്ട് കേട്ടോ. ലൈൻ ചാർജ് ആണെങ്കിൽ ഗോസിയൻ സർഫസിന് ഏതാ വരിക, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതൊന്നും അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസും കാണാറുണ്ട് CUT കേട്ടോ. IIT ജാമിനൊന്നും അങ്ങനെ വരില്ല, ബട്ട് CUT അങ്ങനത്തെ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചാർജ് ഷീറ്റിന് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. E ഈക്വൽ ടു 1 sigma/2 epsilon naught. സിഗ്മ എന്താണ്? R cap ഉണ്ട്, R cap എന്നായിരിക്കും ഉണ്ടാവുക. സിഗ്മ എന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് എക്സാമ്പിൾസ് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് തിങ്, പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻസ് ഉള്ളത്, നമുക്ക് മെയിൻലി കാണുന്നൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ക്യൂബോയിഡ് ഉണ്ടാവും, അതിന്റെ ഒരു കോർണറിൽ ചാർജ് വെച്ചിട്ടുണ്ട്, ഈ ഫേസിലൂടെ പാസ് ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചാർജിനെ നമ്മൾ എന്തായിരുന്നു? ലാമിന sigma/2 epsilon ഷീറ്റിന്റെ. നമ്മൾ കപ്പാസിറ്റേഴ്സിലൊക്കെ ഇതാ യൂസ് ചെയ്യാറ്, ഓർമ്മയില്ല? സോ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്കിപ്പോ ഇങ്ങനത്തെ ഒരു ക്യൂബിന്റെ ഒരു കോർണറിൽ ക്യൂ തന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഫ്ലെക്സ് ത്രൂ ഒരു ഷെയ്ഡഡ് ഏരിയ ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ്, അതിലൂടെ പാസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഈ ചാർജിനെ എൻക്ലോസ് ചെയ്തിട്ട് ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. ആൻഡ് ഹിയർ കംസ് അവർ ഗോസിയൻ സർഫസ് ലൈക്ക് ദിസ്. അതായത് നമ്മൾ ഇത് വരച്ചത് കുറച്ചൊരു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി രീതിക്ക്. ഓക്കെ,
ഒരു ക്യൂബോയിഡ് കൺസിഡർ ചെയ്യുന്നു. ഇതിൽ തന്നെ നമ്മൾ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇതിലെങ്ങനെയായിരിക്കും? ഇവിടെ ഒരു പീസ്, ഇവിടെ ഇങ്ങനെ ഒരു ക്യൂബ് ഇല്ല ഇവിടെ, ഇതിന്റെ കോർണറിലാണല്ലോ നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. സോ ഈ സെന്ററില് ഇത് വരുന്ന രീതിക്ക്, അതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് എൻക്ലോസ് ചെയ്ത രീതിക്ക് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യണം. സോ നമുക്ക് എന്താ പറയുക ഇതിന്റെ കേസിൽ? ഒരു സർഫേസിലൂടെ ഇതിലൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കാണുന്നത്. ഇപ്പുറത്തേക്കും ഉണ്ടാവും ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ. ആ ക്യൂബ് ഇങ്ങനെ ക്യൂബിന്റെ സെന്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഒരു ഇതിങ്ങനെ ഒരു സോ ഇതാണ് നമ്മുടെ ഒരു ക്യൂബ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഇതിനെ എൻക്ലോസ് ചെയ്ത് സിമെട്രിക് ആയിട്ട്, ഓക്കെ, ഇങ്ങനെ സൈഡിലേക്ക് വരും, മുകളിലേക്ക്, ഓക്കെ, ഇങ്ങനെ, അല്ല സോറി, ഫ്രണ്ടിലോട്ട് കേട്ടോ. ഓക്കെ, ഇത് ഒരു ക്യൂബിന്റെ സെന്ററിൽ ചാർജസ് വരുന്ന പോലെ സിമെട്രിക് ആയിട്ട് എൻക്ലോസ് ചെയ്യണം. ഗോസിയൻ സർഫേസിന്റെ പ്രോപ്പർട്ടി അതാണ്. ഇങ്ങനെ ഒരു ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്ത് ആ ക്യൂബിന്റെ നടുവിൽ നമ്മൾ എന്ത് ചാർജ് വരുന്ന രീതിയിൽ ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യും. 3 ഡയമെൻഷനിൽ വരക്കുന്ന സമയത്ത് കുറച്ച് ഒരു ക്യൂബിന്റെ സെന്ററിൽ വരുന്ന രീതി ഇതാണ് നമ്മുടെ ഗോസിയൻ സർഫേസ് കേട്ടോ. ഈ ഗോസിയൻ സർഫേസിന്റെ സോറി അങ്ങനെ വരുന്ന സമയത്തും ഗോസിയൻ സർഫേസിന്റെ ഇങ്ങനെ നമ്മൾ ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്തിട്ട് ഇതിന്റെ നടുവിലാണ് നമ്മളെ ചാർജ് എൻക്ലോസ് ചെയ്യുന്ന രീതിക്ക് വരേണ്ടത്. ഓക്കെ, സോ നമ്മൾ പറയുമ്പോൾ ഇതൊരു ക്യൂബിന്റെ പാർട്ടാണ്. ഓക്കെ, പക്ഷെ ഇതിന് ഇപ്പുറത്തേക്കൊക്കെ ഒരു 3 ഡയമെൻഷണൽ ഗോസിയൻ സർഫേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഗോസിയൻ സർഫേസിന്റെ ഈ ഒരു ഒറ്റ സൈഡിൽ പാസ് ചെയ്യുന്ന ഫ്ലെക്സിന്റെ എമൗണ്ട് എത്രയായിരിക്കും? Q by epsilon ആണല്ലോ ഫ്ലെക്സ് വരിക. ഡിവൈഡഡ് ബൈ മൊത്തം ഈ എല്ലാ സൈഡിലൂടെയും പോകുന്നത് Q by epsilon. സോ ഡിവൈഡഡ് ബൈ 6 ഫേസസ് അല്ലേ? അപ്പൊ ഒരു ഫേസിൽ പോകുന്നത് എന്തായിരിക്കും? 1/6 ഇൻറ്റു ടോട്ടൽ ഫ്ലെക്സ് ആയിരിക്കും സിംഗിൾ ഫേസിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ഫേസിലൂടെ പാസ് ചെയ്യുന്നത് ടോട്ടൽ ബൈ സിംഗിൾ ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലെക്സ് 5 വിൽ ബി ഈക്വൽ ടു 1/6. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് എന്താണ്? 6 ആണ്. സോ 1/6 ഇൻറ്റു ടോട്ടൽ ഫ്ലെക്സ് പാസിംഗ് ത്രൂ ദ ക്യൂബ്. നമ്മളെ ഗോസിയൻ സർഫേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലെക്സിന്റെ എമൗണ്ട് സോ 5 ടോട്ടൽ. സിംഗിൾ ഫേസിലൂടെ 1/6 കൊടുക്കണം. സോ 5 ടോട്ടൽ എന്താ നമുക്കറിയാം? 1/6 ഇൻറ്റു Q by epsilon naught, റൈറ്റ്? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഒറ്റ ഫേസിലൂടെ പാസ് ചെയ്യുന്നത് Q by epsilon ആണ്. Q by epsilon ഡിവൈഡഡ് ബൈ 6 ആണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫേസ് ഇത് മാത്രമായിരുന്നില്ലേ? ഇത് ജോയിൻ ആയിട്ട് ഈ ക്യൂബിന്റെ ഈ ഒരു ഫേസിലൂടെ മാത്രം പാസ് ചെയ്യുന്നതാണ്. വിച്ച് മീൻസ് Q by 6 epsilon, അല്ലെ? Q by 6 epsilon ആണ് ഈ ഒരു ബ്ലൂ സർഫേസിൽ മൊത്തം പോകുന്നത്. അതിന്റെ 1/4 അല്ലേ? ഇതെന്താ പറയുക? ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ഫേസിന്റെ 1/4, വിച്ച് മീൻസ് Q by 6 epsilon ഡിവൈഡഡ് ബൈ 4, which will be equal to Q by 24 epsilon. ഓക്കെ, സോ നമ്മൾ ഇതിൽ 2 പ്രോബ്ലത്തിന്റെ ഇത് പഠിച്ചു. ഒന്ന് നമ്മൾ സെന്ററിൽ അല്ലെ ഒരു ക്യൂബ് തന്നു, അതിന്റെ സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലെക്സിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ Q by 6 epsilon ആയിരിക്കും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഒരു സൈഡിൽ അല്ലെ, വൺ ഓഫ് ദ കോർണറിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാല് ഇതിനെ നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടി 8 ബോക്സസ് മുകളിലേക്കും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ വെച്ചിട്ട് ഒരു സിംഗിൾ ക്യൂബിന്റെ ഇൻസൈഡിൽ അത് ഒക്യുപ്പൈ ചെയ്ത പോലെ ഒരു ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് സിംഗിൾ ഫേസിൽ വരുമ്പോൾ Q/6 ആയിരിക്കും. അതിന് നമ്മൾ അഗെയിൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും, ഇവിടെ കണ്ട പോലെ ആവാൻ. ഓക്കെ, ഈ ഒരു വൈറ്റ് പാർട്ടിൽ മാത്രം പാസ് ചെയ്യുന്ന കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരൊറ്റ ഫേസിനെ ബൈ 4 ചെയ്യണം. സോ നമുക്ക് ബൈ 24 വരും ടോട്ടൽ. Q/ε ഡിവൈഡ് ബൈ 24 വരും ടോട്ടൽ വരും. ഓക്കെ, ഈ പറഞ്ഞതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഈ ക്യൂബിന്റെ പ്രോബ്ലം ആണ് പിന്നെ ഒന്ന് ചോദിച്ചു കാണാറ്, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പലർക്കും ബുദ്ധിമുട്ട് തോന്നാറുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. Okay, so can I ask something like okay, fine. Okay. Next is നമുക്ക് എന്താ പറയാ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക്. പൊട്ടൻഷ്യൽ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും പൊട്ടൻഷ്യൽ അല്ലെ, വർക്ക് ഡൺ ടു ബ്രിങ് അപ്പ് പോസിറ്റീവ് ചാർജ് ഫ്രം ഒരു ഫീൽഡിൽ, ഒരു നമ്മൾ ഏതൊരു ഇലക്ട്രിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഫീൽഡിൽ അല്ലെ, ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജിന്റെ ഫീൽഡിലേക്ക് വേറൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയി ചെയ്യേണ്ട വർക്കിനാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. എന്തായിരുന്നു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പൊട്ടൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് V equal to E dot dl. Also, electric field is a negative gradient of potential. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ഇത് ആക്ച്വലി നമുക്ക് പറയാം ബി എ, അല്ലെങ്കിൽ ഒരു ബി എന്ന പോയിന്റ് എ എന്ന പോയിന്റിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ബി എന്ന പോയിന്റ് എ എന്ന പോയിന്റ് എ ടു ബി കൊണ്ടുപോകാനുള്ള വർക്ക് ഡൺ ആണെങ്കിൽ അതിനാണ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അതിനെന്താണ് ഫീൽഡ് ഇൻറ്റു ഇ ഡോട്ട് ഡി എൽ ആണ്. ഇ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് എന്ത് ഇ എന്ന് പറയുന്നത്. ഓൾസോ പൊട്ടൻഷ്യൽ ഓൾസോ ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കേട്ടോ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഓൾസോ പൊട്ടൻഷ്യൽ ഓഫ് ലോക്കലൈസ്ഡ് ചാർജസ്, അതായത് നമ്മൾ പറഞ്ഞ പോലെ ലീനിയർ ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് അങ്ങനെയല്ലേ, ആ കേസിൽ നമുക്ക് പൊട്ടൻഷ്യലിന്റെ കേസിൽ അതുപോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 1/4πε0 സമേഷൻ QI/RI ആണല്ലോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർമുല ഫോർ പൊട്ടൻഷ്യൽ. ഓൾസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ V equal to 1/4πε0 integral rho volume charge density divided by R or capital R dito എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓൾസോ ലൈൻ ആണെങ്കിൽ, ലൈൻ ചാർജ് ആണെങ്കിൽ V equal to 1/4πε0 sigma lambda divided by R dl. ഓൾസോ സർഫസ് ചാർജ് ആണെങ്കിൽ V സർഫസ് ആണ്, വോളിയം ഇത് ലൈൻ ആണ്, സോറി ലൈൻ സർഫസ് 1/4πε ഇന്റഗ്രൽ സിഗ്മ ബൈ ആർ ഡി എ. ഇതൊക്കെ ആറിന്റെ ടേംസിലാണ്. ഓക്കെ, ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പൊട്ടൻഷ്യലിന്റെ കേസിൽ ഒന്ന് ഓർത്തിരിക്കാനുള്ളത്. ഇതിൽ നിന്ന് വരുന്ന ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റെ വാല്യൂ തരും. എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, ഇ ഈക്വൽ ടു k into xy x cap plus 2yz y cap plus 3xz z cap എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ കാണാം, V എന്താണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരിക. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, V ഈക്വൽ ടു എന്തായിരിക്കും, E ക്രോസ് E അല്ലെ, നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, സോറി E ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്.
E equal to negative gradient of potential ആണ്, which means നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, minus dou by dou x b plus dx, അങ്ങനെ dou vy by dou y plus dou vz by dou z, ഇങ്ങനെ പാർഷ്യൽ ഇത് ചെയ്തിട്ട് പോവാം. ഈ കാണാൻ പറ്റും. ഓൾസോ നമുക്ക് ഇമ്പോസിബിൾ ആണോ പോസിബിൾ ആണോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പോസിബിൾ ആണോ ഇമ്പോസിബിൾ ആണോ ഫോർ ദിസ് ഗിവൺ ഇലക്ട്രിക് ഫീൽഡില് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇ ക്രോസ് കേൾ ഓഫ് ഇ 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫീൽഡ് എക്സിസ്റ്റ്, ഇ എക്സിസ്റ്റ്. ഓക്കെ, ഇ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പോസിബിൾ, ഇ പോസിബിൾ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പോസിബിൾ ആണ്. ഇഫ് ഡെൽ ക്രോസ് ഇ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് വരുന്നതെങ്കിൽ ഇ നോട്ട് പോസിബിൾ. ഓക്കെ, സോ നമ്മൾ അറിയേണ്ടത് എന്താണ്? കേൾ ഫീൽഡ്, അത് കേൾ ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇ ഈക്വൽ ടു കേൾ ഓഫ് ഇ ഈക്വൽ ടു 0 ആണ് ഈ പോസിബിൾ ആവുന്ന കേസസിൽ. സോ നമ്മളോട് പി തന്ന ക്വസ്റ്റ്യനെ വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇ ക്രോസ് ഇ എന്നെടുക്കാം, വിച്ച് വിൽ ബി കെ ഇൻ, നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്, അങ്ങനെ നമ്മുടെ വാല്യൂസും എക്സ് വൈ 2yz അല്ലെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, എക്സ് വൈ 2yz, വൈ കമ്പോണന്റിന്റെ അതൊക്കെ നേരത്തെ ഇരുന്ന് നമ്മളിത് ജസ്റ്റ് സോൾവ് ചെയ്ത് പോകണം. ഓക്കെ, സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോൺ സീറോ വാല്യൂ ആണ് വരിക, വിച്ച് മീൻസ് ഈ ഫീൽഡ് എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് ഡെൽ ക്രോസ് E2 എന്ന് വിചാരിക്കും. E2 എന്നുള്ള ഫീൽഡ് ഇതുപോലെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, വേറൊരു ഇക്വേഷൻ E2 തന്നിട്ടുണ്ട്, നമ്മൾ സോൾവ് ചെയ്ത് വന്നു, കേൾ നോക്കിയപ്പോൾ 0 വരുന്നുണ്ട്, ഇത് പോസിബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ട പ്രോബ്ലംസ് വരുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് ഈ പൊട്ടൻഷ്യലിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുണ്ട് സ്ഫെറിക്കൽ ഷെൽ. സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുന്ന ഒരു കേസ് പഠിക്കാനുണ്ട്. സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിലും എന്തായിരിക്കും പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെ. സോ സ്ഫെറിക്കൽ ഷെല്ലിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റെ വാല്യൂ എങ്ങനെ പറയാൻ പറ്റും? രണ്ട് കേസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഇ വിൽ ബി ഈക്വൽ ടു ക്യൂ ബൈ 4πε0 r² r ക്യാപ്, r ഗ്രേറ്റർ ദാൻ r ആണ്, E2 ഈക്വൽ ടു 0 r ലെസ് ദാൻ r ആണെങ്കിൽ. ഓക്കെ, സോ E2 അല്ല, ഈക്വൽ ടു 0 ആയിരിക്കും ഇഫ് r ലെസ് ദാൻ r. അതായത് ഒരു ഇൻസൈഡില് ഈ 0 ആയിരിക്കും, ഔട്ട്സൈഡില് ഈ വാല്യൂ ഉണ്ടാവും, 0 നോൺ 0. സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസിൽ. വാട്ട് അബൌട്ട് പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ ആണെങ്കിൽ വി ഔട്ട്സൈഡ്, അതായത് ആർ ഗ്രേറ്റർ ദാൻ ആർ എന്ന കേസിൽ നമുക്ക് വരുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Q by 4πε0 r. It implies V out inversely proportional to R ആണ്. V inside എന്തായിരിക്കും? Q by 4πε0 R. പുറമേക്കാണെങ്കിലും റേഡിയസ് ഓഫ് ദ സ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വിച്ച് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് നോട്ട് ഡിപ്പെൻസ്. സോറി, ഇത് ഇൻസൈഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും. സോ ഓൾസോ ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ വി എന്ന് ഇങ്ങനെ കൊടുക്കാം, ഈക്വൽ ടു Q by 4πε0 r if r greater than r. Also Q by 4πε0 r if r less than r. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം.
അതാണ് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡ് ഷെല്ലിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്ഫിയർ. യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്ഫിയർ. ഓക്കെ, യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്ഫിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? E will be equal to, നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈന്റെ കേസ്. E will be എന്തായിരിക്കും? E1 equal to Q by 4 pi epsilon naught R square R cap. എങ്ങനെയാണെങ്കിൽ R greater than R ആണെങ്കിൽ ഓൾസോ QR by 4 pi epsilon naught R cube R cap ആയിരുന്നു, R less than R ആണെങ്കിൽ. ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. സോ വാട്ട് അബൌട്ട് കമ്മിങ് ടു പൊട്ടൻഷ്യൽ? എന്താ അവസ്ഥ വരിക? ബി ഈക്വൽ ടു, രണ്ട് കേസാണുള്ളത്, ബിക്കും രണ്ട് കേസ് ഓർത്ത് വെക്കാം, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ആറും ലെസ് ദാൻ ആറും കേട്ടോ. സോ ഗ്രേറ്റർ ദാൻ ആറ് വരുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? ക്യൂ ബൈ 4 pi epsilon naught R, which is equal to R greater than R. Next is R ലെസ് ദാൻ ആർ, അതായത് ഇൻസൈഡ് എ സോളിഡ് സ്ഫിയർ, യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ ആണെങ്കിൽ ഇൻസൈഡ് എന്തായിരിക്കും ഉണ്ടാവുക? ഇറ്റ് വിൽ ബി ക്യൂ ബൈ 4 pi epsilon naught 1 by 2R into t minus R square by capital R square, R less than R. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ വരിക. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് straight wire. Okay, long straight wire ന്റെ കേസിൽ വരിക, find the potential distance. അപ്പോ ലോങ് സ്ട്രേറ്റ് വയറിന്റെ കേസിൽ ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, infinitely long wire, straight wire. Okay, yep, I remember, like v equal to will be a function of R. Okay, distance the function അല്ലേ, അത് നമുക്കറിയാം, as R increases and decreases. Okay, VR നമുക്ക് എന്ത് പറയാൻ പറ്റും? minus lambda by 2 pi epsilon naught log natural logarithm R by A. R will be the distance from the vertical distance. അതാണെങ്കിൽ ഇതിന്റെ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ R എന്ന് എടുത്തത്. ഓക്കെ, വാട്ട് അബൌട്ട് എ? എ എന്താ? എനി ഐഡിയ? നമ്മൾ ഡെഫിനിഷന്റെ സമയത്ത് വീക്ക് ഇൻഫിനിറ്റി എന്നൊരു ചാർജ് കൊണ്ടുവരുന്ന വർക്ക് ഡൺ, അങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യലിന് എപ്പോഴും ഡെഫിനിഷൻസ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് എപ്പോഴൊന്നും ഈ കേസിൽ ചാർജ് കൊണ്ടുവന്നെന്ന് പറഞ്ഞ സമയത്ത് എന്ത് പറ്റില്ല? ഇൻഫിനിറ്റിയിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫിനിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ R by A എന്ന് വരുന്ന സമയത്ത് എന്തായിരിക്കും? ഇൻഫിനിറ്റി, ലോൺ ഇൻഫിനിറ്റി 0 അങ്ങനെ പോകും. സോ അതെന്തായിരിക്കും? ഒരു ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ A എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പൊട്ടൻഷ്യലും given by a long infinitely straight വയറിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ ആണ് തന്നിട്ടുള്ളത്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് ലാംഡ ബൈ 2 pi epsilon log natural logarithm R by A. ഓക്കെ, മേ ബി അപ്ലിക്കേഷൻ ലെവലിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഇതിന്. ഓക്കെ, ഈ ലോങ് വയറിന്റെ പൊട്ടൻഷ്യൽ. സോ യൂഷ്വലി പൊട്ടൻഷ്യലിന്റെ ക്വസ്റ്റ്യൻസ് കുറവാണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിക്കുക, ഇൻഫിനിറ്റ്ലി ലോങ് വയറിനൊക്കെ. ഓക്കെ, നെക്സ്റ്റ് രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ലാപ്ലേസ് ആൻഡ് പോയിസൺ ഇക്വേഷൻ. പോയിസൺ ഇക്വേഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. സോ എന്താണ് പോയിസൺ ഇക്വേഷൻ? ഈ നമുക്കറിയാം എന്താണ്, ഈന്റെ വാല്യൂ എന്തായിരുന്നു?
ഇവിടെ നമ്മൾ ഈ ഒരു പോർഷൻ പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇക്വേഷൻസ് E ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡെൽ ഡോട്ട് E ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. ഡെൽ സ്ക്വയർ V ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ. This is called what? Poisson's equation. Okay. ചാർജ് സർഫസ് ചാർജ് ഡെൻസിറ്റി 0 ആണെങ്കിൽ, ചാർജ് ഡെൻസിറ്റി ഇല്ലെങ്കിൽ പോയിസൺസ് ഇക്വേഷൻ എന്തായിട്ട് മാറും? ലാപ്ലേസ് ഇക്വേഷൻ ആയിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് ലാപ്ലേസ് ഇക്വേഷൻ. ഓക്കെ, സോ നമ്മൾ ഒരു പ്രോബ്ലം കൂടി ഇതൊന്ന് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു രണ്ട് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെയിം റേഡിയസ് ആയിരിക്കും. ഓക്കെ, സെയിം പോയിന്റ് ആയിരിക്കും, റേഡിയസ് അല്ല, ഡിഫറെന്റ് റേഡിയസും സെയിം സെന്ററും ആയിരിക്കും, ഒറിജിൻ. ഓക്കെ, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആണ്. ഇതെന്താണ്? RB ആണ്. RA വലുത് RAയും RB. So let RA greater than RB. Okay, ചാർജ് ഡെൻസിറ്റി എന്താണ്? 0 ആണ്. ഇൻ ദ റീജിയൻ, ഈ ഒരു ഏരിയ, ഈ ഒരു എൻക്ലോസ് ചെയ്ത ഏരിയ അല്ലേ, ഇതിന്റെ ഈ ഒരു ഏരിയയില് ക്യാവിറ്റി അല്ലേ ഫോം ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ക്യാവിറ്റീസ് ഉള്ളത്. ഓക്കെ, റോ ഈക്വൽ ടു 0 എന്ന് വരും. എവിടെ, ഏത് റീജിയനിലായിരുന്നു? RA ലെസ് ദാൻ RB എന്നുള്ളൊരു കണ്ടീഷൻ അല്ലെ, ഈ എൻക്ലോസ്ഡ് ഏരിയ. ഓക്കെ, അങ്ങനെയാണെങ്കിലും ഇഫ് V ഈക്വൽ ടു 0 അറ്റ് RA, R ഈക്വൽ ടു RA എന്നാവുന്ന കേസ്, അതായത് RA എന്ന് പറയുന്നത് എന്താ? സ്മോൾ സർക്കിൾ അല്ലെ. ഈ ഒരു ഡിസ്റ്റൻസിൽ RA ലൈക് പൊട്ടൻഷ്യൽ 0 ആണ്. RBയില് നമ്മൾ എന്താണ്? A ഈക്വൽ ടു 0 RBയില് നമുക്ക് എന്തെടുക്കാൻ പറ്റും? V0 എന്നെടുക്കാം അറ്റ് RB. ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ V in the region, in the cavity or in the region enclosed between ഈ രണ്ട് ഷെല്ല് അല്ലെങ്കിൽ സ്ഫിയർ. ഓക്കെ, ഷെല്ല് ബിറ്റ്വീൻ ഷെൽസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം RA ലെസ് ദാൻ RB എന്ന റീജിയൻ. ഓക്കെ, ഇത് കാണാനാണ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി 0 എന്ന് തന്നിട്ടുണ്ട് ആ ഏരിയയിൽ. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാപ്ലേസ് ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ. ഇൻ ദ റീജിയൻ നമുക്ക് പോയിസൺസ് ഇക്വേഷൻ ഈ ഒരു ക്യാവിറ്റി, ഈ ഒരു ഏരിയയിൽ, ഈ റെഡ് പോർഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ കിട്ടും. സോ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിലബസിൽ ഇത് ചോദിക്കാറുണ്ട്. സിമ്പിൾ കേസിൽ, 1 ഡയമെൻഷൻ അല്ലെങ്കിൽ സിമ്പിൾ പ്രോബ്ലത്തിൽ എങ്ങനെ ലാപ്ലേസിന് സൊല്യൂഷൻ കാണാന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ഇതൊന്ന് ഇതാക്കാം. നമ്മൾ ഇതിന്റെ ലെക്ചേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതൊന്ന് ഇതെങ്ങനെ ചെയ്യണമെന്ന് പ്രോപ്പർ വേ. സോ ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവാം? This will be equal to 1 by R d by dr R dv by dr equal to 0. Thus, del square V can be represented as 1 by R d by dr R dv by dr. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതെന്താണ്? 0 ആണ് ഈ കേസിൽ പറയാൻ പറ്റും. ഓക്കെ, സോ ഇതെന്ത് ചെയ്യാം? നമുക്ക് ഈ ഡെൽ ക്രോസ് V ഇതിനെന്ത് ചെയ്യാം? ചോയ്സ് ഇന്റഗ്രേഷൻ 2 പ്രാവശ്യം, 2 into ഇന്റഗ്രേഷൻ 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? V കിട്ടും അല്ലെ. ചോയ്സ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് V എന്താന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് V ഈക്വൽ ടു 0 ആവുന്ന കേസും V ഈക്വൽ ടു V0 ആവുന്ന കേസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അറ്റ് ആർ ഈക്വൽ ടു ഓക്കെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അറ്റ് ആർ ഈക്വൽ ടു ആറില് നമുക്ക് എന്താ ഉണ്ടാവുക അറ്റ് ആർ വി എന്താണ് വി ഈക്വൽ ടു 0 ആണ് അല്ലേ സോ നമുക്ക് 0 ഈക്വൽ ടു അത് ഇന്റഗ്രേറ്റ് ട്വൈസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എ ലോഗ് ആർ എ പ്ലസ് ബി നമ്മൾ ആ ഈ വെയിറ്റ് ട്വൈസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ വിൽ ബി വി ഈക്വൽ ടു എ ആർ പ്ലസ് ബി എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ് ഓക്കെ സോ നമുക്ക് ഈ കേസിൽ 0 എന്ന് ഇതാക്കാം ആറ് ആണ് ആറ് വരിക സോ നമുക്ക് ബി ഈക്വൽ ടു എ ലോഗ് ആറ് എന്ന് വരും ഓക്കെ ആര് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും അല്ലേ റൈറ്റ് ലെഫ്റ്റ് ഓക്കെ സോ ദിസ് ഇസ് ഇറ്റ് ഓൾസോ അറ്റ് ആർ ബിയിൽ ബിന്റെ കേസിൽ എന്താ വരാ ബി നോട്ട് ഈക്വൽ ടു എ ലോഗ് ആർ ബി പ്ലസ് ബി ഈ ബിന്റെ വാല്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ബി നോട്ട് ഈക്വൽ ടു വിൽ ബി സോ വി നോട്ടിന്റെ അല്ലേ വി നോട്ടിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ നമുക്ക് എൽ ആർ ബി പ്ലസ് നമുക്ക് ഈ ബിന്റെ വാല്യൂ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും മൈനസ് എ ലോഗ് ആർ എ വിച്ച് ഈസ് ഈക്വൽ ടു എ ആർ ബി മൈനസ് will be equal to a r b by r a v naught okay ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കാം ഇങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് ഇത് നമ്മൾ ലാപ്ലേസിന്റെ സോൾവിങ് ആണ് ചെയ്തത് ഇഫ് ഇറ്റ്സ് നമുക്ക് പോയിസൺസ് ഇക്വേഷൻ തന്നെ തന്നിട്ടുണ്ടെന്ന് കൺസിഡർ ചെയ്യാം ഒരു പൊട്ടൻഷ്യൽ അറ്റ് റീജിയൻ ഓക്കെ നമുക്ക് തന്നിട്ടുണ്ട് potential in a region is given by v equal to v naught into e raised to minus ax square എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അനദർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മൈനസ് എ എക്സ് ഹോൾ സ്ക്വയർ എന്ന് വിചാരിക്കാം ഇത് നമ്മൾ ഒരു തന്നിട്ടുണ്ട് ഗിവൺ ഫംഗ്ഷൻ ആണ് പൊട്ടൻഷ്യലിന്റെ v naught is a constant also given constant ആണ് find the charge density ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സോ നമുക്ക് ബൈ ലാപ്ലേസ് ഇക്വേഷൻ പോയിസൺസ് ഇക്വേഷൻ del square v equal to rho by epsilon naught okay which is equal to rho equal to minus epsilon naught del square v which is equal to 2a epsilon naught v 1 minus 2a x square okay വീണ്ടും ഓൾറെഡി തന്നിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ട് സോ ഇത് ഡബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം സോ ആൻസർ വരും ഓക്കെ ഞാൻ ജസ്റ്റ് റെഡിമെയ്ഡ് ആയി ചെയ്ത് വെച്ചതൊന്നും നോട്ട് ചെയ്തതാണ് ഓക്കെ സോ ലാപ്ലേസും പോയിസൺസ് ഇക്വേഷനും വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പഠിക്കണം പ്രീവിയസ് ഇയർ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ദാറ്റ്സ് അബൌട്ട് 1 hour